ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. നടന കലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥിൻ്റെ 118ാമത് ജന്മദിന വാർഷികവും ഗോപിനാഥ് ട്രസ്റ്റിൻ്റെ 30ാമത് വാർഷികവും അവാർഡ് ദാന ചടങ്ങും തൃശൂർ കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ നടന്നു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമായി കാണുന്നത് ഒരു യുവജനോത്സവ വേദിയിലാണ് വർഷങ്ങൾക്ക് മുൻപ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മഹത്തായ കലാരൂപം അതിന് മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട്. കലാമണ്ഡലത്തിൻ്റെ ഒപ്പം കലാമണ്ഡലം 1930 തുടങ്ങിയെങ്കിൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ മാത്രം പ്രചരിക്കപ്പെട്ടിരുന്ന, കേരളത്തിൽ മാത്രം അഭ്യസിച്ചിരുന്ന ഈ ഒരു കലാരൂപത്തെ കടൽ കടത്താൻ ഗുരുജിക്കായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കഥകളി രക്ഷപ്പെടണമെങ്കിൽ കടൽ കടക്കണമെന്ന് വള്ളത്തോളിനെ ഉപദേശിച്ചത് ടാഗോറാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കലാരൂപത്തിൻ്റെ പ്രാപ്യത അത് എത്രത്തോളം പ്രചാരത്തിലെത്തിക്കാൻ സാധിക്കും. 50,000 പേര് കാണുമ്പോഴാണ് ചിലപ്പോൾ 5 പേർ അതിൽ താല്പര്യത്തോടെ വരുന്നത്. ഇപ്പം നങ്ങ്യാർകൂത്ത് കേരളത്തിലൊരു 200 അല്ലെങ്കിൽ 300 400 കുട്ടികളെങ്കിലും പഠിക്കുന്നുണ്ടാവും. പക്ഷെ കലാമണ്ഡലത്തിൽ പഠിക്കാൻ വരുന്നത് ചിലപ്പോൾ 1-2 കുട്ടികളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ യുവതലമുറയ്ക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്കത് അനുഭവവേദ്യമാക്കുക എന്നത് തീർച്ചയായിട്ടും ഈ തലമുറയിലെ മുതിർന്നവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ അർത്ഥത്തിൽ ഗുരു ഗോപിനാഥ് ട്രസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനം അങ്ങേയറ്റം സ്തുത്യർഹമാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ശില്പശാല ഉൾപ്പെടെ അതിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് കേരള നടനത്തിൻ്റെ വിദ്യാർത്ഥികളോ മാത്രമായിരുന്നില്ല, കേരളത്തിലെ പല ജില്ലകളിലെ അധ്യാപകരും കേരള കലാമണ്ഡലത്തിലെ കഥകളി വിഭാഗത്തിലെ അധ്യാപകരുൾപ്പെടെ ഈ ശില്പശാലയിൽ പങ്കെടുത്തു എന്നത് ഒരിക്കലും കല മരിക്കുന്നില്ല, ജീവിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചന കൂടെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ട്രസ്റ്റ് പ്രസിഡന്റ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷത വഹിച്ചു. ഗോപിനാഥ് അവാർഡ് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാവിജയന് ലാസ്യമോഹിനി പുരസ്കാരം സമ്മാനിച്ചു. ഡോക്ടർ NB വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ നന്ദൻകോട് വിനയചന്ദ്രൻ, കേരള നടനഗുരു, കലാമണ്ഡലം സത്യവ്രതൻ, രാംദാസ് ഭാസ്കര, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി VK ചെല്ലപ്പൻ നായർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രൊഫസർ S ലേഖ തങ്കച്ചി സ്വാഗതവും സെക്രട്ടറി DN വേണുഗോപാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കേരള നടനം നൃത്തവും അരങ്ങേറി.